എങ്ങനെയാണ് നമ്മളെ അംഗൻവാടി ടീച്ചേഴ്സ് ഈ FRS സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു PMMBY അപേക്ഷ സക്സസ്ഫുള്ളി പൂർത്തിയാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. നമുക്ക് പോർഷൻ ട്രാക്കറിൽ ഇപ്പോൾ FRS പൂർത്തിയാക്കണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ PMMBY രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും ഈ FRS ചോദിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് FRSുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒരു തവണ പോർഷൻ ട്രാക്കറിൽ FRS പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളെ നമുക്ക് PMMBY ആപ്പിൽ എൻ്റർ ചെയ്യുന്ന സമയം നമുക്ക് ഇത്തരത്തിലൊരു മെസ്സേജ് കാണും. ഫേഷ്യൽ റെക്കഗ്നിഷൻ ത്രൂ പോർഷൻ ട്രാക്കർ എന്ന് കാണും. ഈ കാണുന്നത് ഓൾറെഡി പോർഷൻ ട്രാക്കറിനകത്ത് ഈ ഗുണഭോക്താവ് നമ്മൾ 2-way ഓതൻറ്റിക്കേഷൻ FRS പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ഗുണഭോക്താവിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ ഫേസ് ഓതൻറ്റിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഇപ്പോൾ നമ്മൾ PMMBY സോഫ്റ്റ് ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് FRS പൂർത്തിയാക്കാത്ത, അതായത് നമ്മളെ പോർഷൻ ട്രാക്കറിനകത്ത് FRS പൂർത്തിയാക്കാത്ത ഒരു ഗുണഭോക്താവിന് ഈ PMMBY ആപ്പ് വഴി നമുക്ക് ലൈവായി ഫോട്ടോ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് നമ്മളുടെ ഫോണിനകത്ത് 2 ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് PMMBY സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 2 ആധാർ ഫേസ് RD എന്ന് പറയുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ആധാർ ഫേസ് RD ആപ്പാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഫോണിനകത്തുള്ള ഗൂഗിൾ ക്രോം എന്നുള്ള ബ്രൗസർ ക്ലിക്ക് ചെയ്ത് PMMBY എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PMMBYയുടെ സൈറ്റിലേക്ക് എത്താൻ കഴിയും. ഈ ഭാഗത്ത് നിന്ന് ആദ്യം ആധാർ ഫേസ് RD എന്ന് കാണുന്ന ഈ മഞ്ഞ നിറത്തിലുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്കും പോവുക. അവിടെ ആധാർ ഫേസ് RD എന്ന് കാണും. അവിടെ ഇൻസ്റ്റാൾ എന്ന് കാണുന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മളുടെ ഫോണിനകത്തേക്ക് ഇൻസ്റ്റാൾ ആവും. അങ്ങനെ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാലും ഈ ഒരു ആപ്ലിക്കേഷൻ ആധാർ ഫേസ് RD എന്ന ആപ്ലിക്കേഷൻ നമുക്ക് നമ്മൾ ഫോണിനകത്ത് തെളിഞ്ഞു കാണില്ല. അതായത് ഒരു ഐക്കൺ പോലെ കാണാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമ്മൾ ഫോണിനകത്തുണ്ട്. വീണ്ടും നമ്മൾ PMMBY എന്ന PMMBY എന്ന സൈറ്റിലേക്ക് റീ എൻ്റർ ചെയ്യണം. അവിടെ നിന്ന് നമ്മൾ ഈ പച്ച നിറത്തിൽ കാണുന്ന PMMBY ആപ്പ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇതൊരു ആപ്ലിക്കേഷനാണ്. ഇത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഡൗൺലോഡ് ഫയൽ എന്ന് മുകൾ വശത്തായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഡൗൺലോഡ് കഴിയുന്നവർ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് ഡൗൺലോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ എന്ന് കാണും. ഈ ഭാഗത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത്തരത്തിൽ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ക്രോമിൻ്റെ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ സെറ്റിങ്സ് എന്ന് കാണുന്നുണ്ടല്ലോ, ആ സെറ്റിങ്സിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന പെർമിഷനുകളൊന്ന് അലോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അലോ ഫ്രം ദി സോഴ്സ് എന്ന് കാണുന്നത് എനേബിൾ ചെയ്യുക. ഇൻസ്റ്റാൾ എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ PMMBY സോഫ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഓപ്പൺ എന്ന് കൊടുക്കുക. അത്തരത്തിൽ ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അത് അലോ എന്ന് കൊടുക്കണം. ഇത്തരത്തിൽ എല്ലാ പെർമിഷനും അലോ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിന്ന് നമ്മൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിം ANG എന്ന് തുടങ്ങുന്ന യൂസർ നെയിം ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് എടുത്ത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് OTP എൻ്റർ ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫേസ് പേജ്. ഇതിൽ നിന്ന് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ എന്ന് കാണുന്ന ഈ ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മളുടെ അപേക്ഷ പൂരിപ്പിക്കാൻ വേണ്ടി തുടങ്ങേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു പേഴ്സണൽ പ്രൊഫൈൽ പേജ് ഓപ്പൺ ആയി വരും. അവിടെ എല്ലാം അറിയാലോ കാര്യങ്ങളൊക്കെ. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണോ ഗവൺമെൻറ് എംപ്ലോയി അത് നോ ആയിരിക്കും. അതെല്ലാം ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ചൈൽഡാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺസെൻറ്റ് ചോദിക്കുന്നുണ്ട്. PMMBYയുടെ അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ആധാർ പ്രകാരം പേര്, ആധാർ നമ്പർ കറക്റ്റ് കൊടുക്കുക. ഇനി ഇവിടെ രണ്ടാമത് കാണുന്ന പച്ച നിറത്തിലുള്ള ഫേസ് ഓതൻറ്റിക്കേഷൻ എന്ന ഈ ബട്ടൺ ശ്രദ്ധിക്കുക. ഇവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. ഇത് ഓപ്പൺ ആയിട്ട് വരുന്ന സമയം ഒരു റൗണ്ട് ഒരു സർക്കിൾ കാണാൻ സാധിക്കും. അതൊരു റെഡ് കളറായിരിക്കും. ആ ക്യാമറയ്ക്കകത്ത് ഈ ബെനിഫിഷ്യറിയുടെ ഫേസ് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നവരെ അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്ത് കറക്റ്റായിട്ട് അവരുടെ തല മുതൽ അവരുടെ ഷോൾഡർ വരെ കഴുത്ത് വരെയുള്ള ഭാഗം അതിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഗ്രീൻ കളർ വരും. ആ സമയത്ത് അവരുടെ കണ്ണൊന്ന് ചിമ്മാൻ പറയുക. അങ്ങനെ കണ്ണ് ചിമ്മിക്കഴിഞ്ഞ് അവിടെ ഓക്കെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സക്സസ്ഫുൾ മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇമേജ് ക്യാപ്ചേർഡ് സക്സസ്ഫുൾ എന്ന് കാണും. അതിനുശേഷം വീണ്ടും മറ്റുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയിട്ടുള്ള മൊബൈൽ നമ്പർ, അതിനുശേഷം എലിജിബിലിറ്റി പ്രൂഫൊക്കെ കാണുന്നുണ്ടല്ലോ, അവരുടെ 8 ക്രൈറ്റീരിയയുള്ള
അർഹതപ്പെട്ട രേഖകൾ രേഖപ്പെടുത്തി MCP കാർഡിലെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി അപ്ലോഡ് ചെയ്യേണ്ടതെല്ലാം അപ്ലോഡ് ചെയ്ത് അവിടെ പ്രസൻറ്റ് അഡ്രസ്സുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന് കൊടുക്കുക, പ്രിവ്യൂ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. ഇത്തരത്തിൽ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചൈൽഡ് ബർത്ത് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തെടുക്കണം. ഇത്തരത്തിലാണ് നമ്മൾ ഒരു FR സംവിധാനം പോർഷൻ ട്രാക്കറിൽ ചെയ്യാത്തൊരു ഗുണഭോക്താവിനെ നമ്മൾക്ക് PMMBY ആപ്പ് വഴി ലൈവായിട്ട് അവരെ ഫോട്ടോ എടുക്കാനും അപേക്ഷ പൂർത്തീകരിക്കാനും സാധിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക. താങ്ക്